പാരെങ്ങും വന്ദ്യനാമന്തോണീസേ നിന്നെ സാദരം ഞങ്ങൾ വണങ്ങിടുന്നു. ഭാരം ചുമക്കുമ്പോൾ ക്ലേശം സഹിക്കുമ്പോൾ ആശ്വാസമേകുന്ന സൽപിതാവേ, പാരെങ്ങും വന്ദ്യനാമന്തോണീസേ നിന്നെ സാദരം ഞങ്ങൾ വണങ്ങിടുന്നു. ഭാരം ചുമക്കുമ്പോൾ ക്ലേശം സഹിക്കുമ്പോൾ ആശ്വാസമേകുന്ന സൽപിതാവേ, എൻ്റെ പേര് ജോർജ് മാത്യു. എൻ്റെ വൈഫ് സുജ മാത്യു കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീട് പത്തനംതിട്ടയാണ്. എൻ്റെ വീട് പത്തനംതിട്ട അടുത്തുള്ള വയലത്തല എന്നൊരു സ്ഥലത്ത്, വൈഫിൻ്റെ വീട് പത്തനംതിട്ടയ്ക്ക് അടുത്ത് തന്നെ മയിൽപ്ര എന്നൊരു സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ പത്തനംതിട്ട രൂപത കത്തീഡ്രൽ അംഗങ്ങളാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫ് നോക്കുകയാണെങ്കിൽ ഞാനും വൈഫും എൻജിനീയേഴ്സാണ്. അത് കഴിഞ്ഞ് ഞാൻ ഓൾ ഇന്ത്യ സർവീസ് ജോയിൻ ചെയ്തു. അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ജോലി ചെയ്ത് കറങ്ങി നടന്ന കൂട്ടത്തിൽ പ്രധാനമന്ത്രിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ സെലക്ട് ചെയ്തു. ഞാൻ 7 വർഷം 2 പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും മോദിയുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ആ ഡിപ്പാർട്ട്മെൻറ്റ് ലോകം മുഴുവൻ ശാഖകളുണ്ട്. അങ്ങനെ ആ സമയങ്ങളിൽ ലോകം മുഴുവൻ കറങ്ങി നടന്ന് ഈ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് വൈഫ് എൻ്റെ കൂടെ ഡൽഹിയിലുണ്ടായിരുന്നു. വൈഫ് വർക്ക് ചെയ്തിരുന്നത് കേരള ഗവൺമെൻറ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓഫീസ് ഡൽഹിയിലുണ്ടായിരുന്നു. ആ സമയത്ത് അവിടേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് വൈഫിന് എൻ്റെ കൂടെ പല സ്ഥലങ്ങളിലും ഡെപ്യൂട്ടേഷന് വരാൻ പറ്റിയിട്ടുണ്ട്. അത് നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ചാന്ന് വെച്ചാൽ ഞാൻ നിശ്ചയിക്കാൻ പറ്റും. മൂത്താള് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MBA കഴിഞ്ഞിട്ട് ഹീസ് എ സിസ്റ്റം ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. ഹീസ് വർക്കിംഗ് ഇൻ UK. അത് അവൻ്റെ ഭാര്യയും എഞ്ചിനീയറാണ്. അവർക്കൊരു കുട്ടിയുണ്ട്. അവർ 3 പേരും ഇപ്പോൾ എഡിൻബറോയിലാണ് ജോലി ചെയ്യുന്നത്, താമസിക്കുന്നത്. രണ്ടാമത്തെ മകനും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MBA ആണ്. അവൻ ബാംഗ്ലൂരിലെ ടാറ്റ കമ്മ്യൂണിക്കേഷനിലെ ഒരു ജൂനിയർ ഡയറക്ടറാണ്. അവൻ്റെ വൈഫ് ഒരു ആർക്കിടെക്റ്റാണ്. അവർ 2 പേരും ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്കൊരു മോളുണ്ട്. എൻ്റെ സ്വന്തം വീട് ചമ്പക്കുളമാണ്. എനിക്ക് ഞങ്ങൾ 6 പേരാണ് ആളുള്ളത്. അപ്പനും അമ്മയും എല്ലാവരും മരിച്ചുപോയി. പിന്നെ എനിക്ക് പ്രത്യേക ഹോബിയൊന്നുമില്ല. എൻ്റെ ഏക ഹോബി ബൈബിള് വായനയാണ്. പിന്നെ കിട്ടുന്ന സമയത്തൊക്കെ ജപമാല ചെയ്യും. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. പുള്ളിക്കാരൻ ഫുൾ സമയവും പഞ്ചായത്തിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ കൂടുതലുണ്ടായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. 25 കൊല്ലക്കാലം ജനത്തെ സേവിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് 2 മക്കളാണുള്ളത്. അവർ ഒരാണും പെണ്ണും. അവർ 2 പേരും കാനഡയിലാണ്. അപ്പം മോക്ക് 2 പിള്ളേരുണ്ട്. അവരെല്ലാം +2 10ാം ക്ലാസ്സും ഒക്കെ ആയി. അതുകൊണ്ട് അവർക്ക് നമ്മുടെ സേവനം ആവശ്യമില്ല. മോന് 4 പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ അവരെ വണ്ടി കയറ്റി വിടാനും ഒക്കെ നമ്മുടെ സേവനം ആവശ്യം വന്ന മോൻ എന്നോട് ചോദിച്ചു, 25 കൊല്ലക്കാലം ജനത്തെ സേവിച്ചു, ഇനിയൊരു 5 കൊല്ലക്കാലമെങ്കിലും മക്കളെ സേവിക്കും, എൻ്റെ കൂടത്തിൽ വന്ന് നിൽക്കാൻ മേലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും അതോടെ മടക്കി മോൻ്റെ കൂട്ടത്തിൽ കാനഡയ്ക്ക് പോയി. ഞങ്ങൾക്ക് 2 പേർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 20,000 പേർക്ക് PR നറുക്കിട്ടെടുത്ത അവസരത്തിൽ എനിക്കും എൻ്റെ വൈഫിനും PR നറുക്കിൽ കിട്ടി. ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ഞങ്ങളവിടെ കാനഡയിലാണ് കൂടുതൽ സമയം താമസിക്കുന്നത്. ഇടയ്ക്ക് ഇവിടെ പാലായി വരും സ്ഥലങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. പിന്നെ ഈ സ്പീഡ് കുഞ്ഞുവാൻ്റെ പരസ്യം യൂട്യൂബിൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനത് കാണുന്നത്. ഇങ്ങനെ യൂറോപ്പ് ടൂറിന് ഗവൺമെൻറ് സർവീസിൽ പരംഭവത്തിൽ
റേഞ്ച് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. 2018 റിട്ടയർ ചെയ്തു. എനിക്ക് 2 മക്കളാണുള്ളത്. ഒരാൾ BSc നേഴ്സ്, അതിന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കുട്ടിയുണ്ടായി, ഇപ്പം ജോലി ചെയ്യുന്നില്ല. ഇളയ കുട്ടി ഡോക്ടർ ഓഫ് ഫാർമസി കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതായത് നമ്മുടെ സ്പോർട്സിൽ താല്പര്യമുള്ള ആളായിരുന്നു. പിന്നെ റീഡിങ് ഇഷ്ടമാണ്. വൈഫ് കൂടെ ഉണ്ട്. വൈഫിൻ്റെ കാര്യങ്ങളെല്ലാം വൈഫ് പറഞ്ഞു. ഇങ്ങോട്ട് തിരിഞ്ഞേ കുടുംബത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. പിന്നെ എൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്, കപ്പൂച്ചനാശ്രമം. അവിടെ പോയി ഇപ്പോഴാണ് എനിക്ക് എൽസ ടൂറിസിനെ പറ്റി, അച്ഛനെ പറ്റിയൊക്കെ. അച്ഛനെ എനിക്ക് നേരത്തെ അറിയാം, പക്ഷെ ഇങ്ങനെ ടൂറ് പോകുന്ന അച്ഛനാണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് വളരെ അച്ഛനുണ്ടല്ലോ. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ അച്ഛനുണ്ട്, എന്നാൽ ഇനി നമുക്കൊന്നും പേടിക്കണ്ട, നമുക്കെല്ലാം അങ്ങ് അപ്ലൈ ചെയ്തേക്കാം. അതാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി എല്ലാതും. ഇനി ഞങ്ങളുടെ കുടുംബക്കാർ ഒത്തിരി പേര് വരാനിരിക്കുന്നു. ഒക്ടോബറിൽ ഒരു ടൂർ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛനില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സങ്കടമായി പോയിരിക്കുവാണ്. അച്ഛനുണ്ടെങ്കിൽ അവരെല്ലാം വരാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ മക്കളുടെ കാര്യമൊക്കെ ഇങ്ങനെ, ഒരു മോളുടെ കല്യാണപ്രായമായി വരുന്നേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ടീച്ചറായിരുന്നു. കഴിഞ്ഞ 2023 റിട്ടയർഡായി. മൗണ്ട് കാർമൽ കഞ്ഞിക്കുഴി സ്കൂളിൽ നിന്നാണ് റിട്ടയർഡായത്. തോമസ്. എൻ്റെ വീട് ഉഴവൂരാണ്. ഞങ്ങൾ അപ്പച്ചനും അമ്മയൊക്കെ മരിച്ചുപോയി. ഞങ്ങൾ 5 മക്കളായിരുന്നു. ഇപ്പം 2 ആങ്ങളമാരും 2 ചേച്ചിമാരും ഞാനാണ് ഉള്ളത്. എല്ലാവരും മരിച്ചുപോയി. ഞങ്ങൾ വന്നൊക്കെ ഞാനാണ് മരിച്ചത്. ഞങ്ങൾ ഗൾഫിലായിട്ട് 40 വർഷമായി ആയിരുന്നു. കാരിത്താസിൽ ഞാൻ നഴ്സിംഗ് പഠിച്ചു. പിറ്റേ വർഷം എനിക്ക് ഫോറിൻ കോൺട്രാക്റ്റ് സെലക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ അബുദാബിയിലെത്തി. പിന്നെ 1 വർഷം കഴിഞ്ഞ് 1980 ഞങ്ങളുടെ കല്യാണം. എൻ്റെ ഹസ്ബൻഡ് ചെങ്ങന്നൂർക്കാരനാണ്. ഞങ്ങൾക്ക് 5 മക്കളുണ്ട്. 5 പെൺമക്കളാണ്. 4ാമത്തെ ഇരട്ടകളുണ്ട്. 4 പേരുടെ കല്യാണം കഴിച്ചു. ഒരാൾ കല്യാണം വേണ്ടെന്നും പറഞ്ഞ് ദുബായി വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും ടീംസിൽ ഒരാൾ. ദൈവസഹായത്താൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സ്വത്തും പണവും എല്ലാം ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും കഠിനാധ്വാനിയാണ്. പൈസ ഉണ്ടാക്കുന്നതിൽ ഭയങ്കര മിടുക്കനാണ്. അനിയുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ 2012 നാട്ടിൽ വന്ന് സെറ്റിലായി ചെങ്ങന്നൂർ. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മൂത്ത ആങ്ങള ഉഴവൂരുണ്ടായിരുന്നു, മരിച്ചു. കാരിത്താസിൽ കിടന്ന് പെട്ടെന്ന് മരിച്ചു. 2ാമത്തെ ബ്രദറും ഫാമിലി ഡൽഹിയിലായിരുന്നു. ആങ്ങളെ 2 വർഷം മുമ്പ് അറ്റാക്കായിട്ട് മരിച്ചു. പിന്നെ ചേച്ചിയും 2ാം പിള്ളേരും ഡൽഹി സെറ്റിലാണ്. പിന്നെ എൻ്റെ മൂത്ത ചേച്ചി കടുത്തുരുത്തിയിലാണ്, നീലൂരായിരുന്നു. ചേച്ചി 2 വർഷം മുമ്പ് മരിച്ചു. പിന്നത്തെ ചേച്ചി പാലക്കാട്ടായിരുന്നു. ചേച്ചി കഴിഞ്ഞ വർഷമാണ് പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചത്. ജോസ് എന്നാണ്. ഞാൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഓഫീസറാണ്. 1965 ഞാൻ എയർഫോഴ്സിൽ ചേർന്നു. 2002 റിട്ടയറായി ആഫ്റ്റർ 38 years. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും തന്നെ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് പോസ്റ്റിങ്ങിൽ ഞങ്ങൾ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. റിട്ടയർമെന്റ് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. ഒരു 10 വർഷത്തിന് അവിടെയും ജോലി ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ സെറ്റിലായി. കാരണം മക്കൾക്ക് അവിടെ IT കമ്പനികളിൽ ജോലി ഉണ്ടായിരുന്നു. ലാസ്റ്റിൽ ഇപ്പം ഞങ്ങൾ പാലായിൽ വള്ളിച്ചിറ അടുത്ത് നമ്മുടെ ജോർജ് സാറിന്റെ അടുത്ത് താമസിക്കുന്നു. ജോർജ് സാറിനെ ഇവിടെ വന്നപ്പോഴാണ് പരിചയപ്പെട്ടത്. ഇന്നലെയാ പരിചയപ്പെട്ടത്. പിന്നെ ഞങ്ങളുടെ തറവാട് ഇടപ്പാടി, ഇടപ്പാടിയിലായിരുന്നു. ഞങ്ങളായിട്ട് ചാച്ചനെ ഒക്കെ മങ്കമ്പ്, ഇന്നലെ നമ്മുടെ അച്ഛൻ പറഞ്ഞില്ല വാഴ കയറിക്കോളാന്, ആ മങ്കമ്പിലാണ്. മങ്കമ്പ് എന്ന് പറഞ്ഞാൽ 3 അവിടെയാണ് താമസിക്കുന്നത്.
എൻ്റെ വൈഫിന്റെ പേര് ജോളി. ജോലി വന്നിട്ടുണ്ടോ കൂടെ? ജോളി വന്നിട്ടുണ്ട്. ആ. ഞാൻ ഇതിൽ പോകുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു ദിവസം പൈസ ബിൽ ഭരണങ്ങാനമാണ്. അൽഫോൻസാം പള്ളിയുടെ വളരെ അടുത്താണ്. ഞങ്ങൾ 10 മക്കളാണ്. എല്ലാവരും നാല് ആണും 6 പെണ്ണും കെട്ടിച്ചു എല്ലാവരും പോയി. 2 ആങ്ങളമാരും മരിച്ചുപോയി. എൻ്റെ ഇളയ ഒരു സിസ്റ്റർ സ്പെയിനിൽ മാഡ്രിഡിലുണ്ട്. പിന്നെ ആങ്ങളയുടെ ഒരു മകൻ അച്ഛനുമുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു യാത്ര. സ്പെയിനിൽ പോകുന്നുണ്ടെന്നുള്ള മാഡ്രിഡിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു എയർപോർട്ടിൽ വരാൻ എയർപോർട്ടിലേ വരത്തുള്ളൂ. എയർപോർട്ടിൽ വരാമെന്ന് പറഞ്ഞു. വേറെ ഒരു ചേച്ചിയുടെ 2 മക്കളും ഉണ്ട് കന്യാസ്ത്രീകള്. ഞങ്ങള് പട്ടാളത്തിലായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. അദ്ദേഹം 38 വർഷവും ഞാൻ 30 വർഷവും പട്ടാളത്തിലുണ്ടായിരുന്നു. ഒത്തിരി രാജ്യം മുഴുവൻ, ഇന്ത്യ മുഴുവൻ 3 വർഷം കുടുംബം നടന്നു പല കാഴ്ചകളും കണ്ടു, പല ജീവിതവും കണ്ടു. മിലിറ്ററി സർവീസിലായിരുന്നോ? അല്ല, ഞാൻ ഓഫീസേഴ്സ് എയർമാന്റെ വൈഫും. എനിക്കൊരു മകനുണ്ട്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു. പിന്നെ എനിക്ക് റിട്ടയർമെന്റ് ഇല്ലാത്ത ഒരു ജോലിയാണ് എനിക്കുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും റിട്ടയർമെന്റ് ഉള്ള ജോലിയാണ്. ഞാൻ ഒരു ദിവസം എൻ്റെ മോൻ പറഞ്ഞു, പുത്തമ്പരച്ചൻ ഇങ്ങനെ യൂറോപ്പിന് കൊണ്ടുപോണ്ട്, അമ്മയ്ക്ക് പോകണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ കൂടെയാണെങ്കിൽ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോകാൻ വേണ്ടി അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാനൊരു നമ്പർ തരാം, ആ നമ്പറിലേക്ക് വിളിച്ച് LC പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മാത്യു സാറാണ് ഇതിൻ്റെ ആളെന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അങ്ങനെ ജോസഫ് അച്ഛൻ നമ്മുടെ അയൽവക്കായ കാരണം കൊണ്ട് എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. കാരണം അറിയാം, നല്ല മാതിരി അറിയാം. അച്ഛൻ വന്ന കാലം മുതൽ ആശ്രമം ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തും ആശ്രമില്ലായിരുന്നു. അതിന് ശേഷമാണ് ആശ്രമം അവിടെ വരുന്നത്. അച്ഛൻ അവിടെ അങ്ങനെ ആ ആശ്രമം അവിടെ വന്ന ആ കാലഘട്ടം മുതൽ അച്ഛൻ അവിടെ ഉണ്ട്. വളരെ പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ. എൻ്റെ മോൻ ജോലി ചെയ്യുന്നുണ്ട്. പറയണം വേണ്ട. എൻ്റെ മോൻ ഗരഖ്പൂർ IIT-യിൽ നിന്ന് MTech എടുത്ത് എഞ്ചിനീയർ ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാംഗ്ലൂര് വർക്ക് ചെയ്യുന്നു. ധോണി, എൻ്റെ ഭാര്യ കൂടെ ഉണ്ട്, ലൂസി. ത്രേസ്യാമ്മയെന്നാണ് പേര്. ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. ബേസിക്കലി കുറവളങ്ങാടുകാരനാണ്. അത് ഡൽഹിയിലുണ്ടായിരുന്നു. 2004 ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് താമസിക്കുന്നു. തിരുവനന്തപുരത്ത് ലുലുമാളിന്റെ തൊട്ടടുത്ത് മിസസ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എയർപോർട്ടിലായിരുന്നു. തിരുവനന്തപുരം എയർപോർട്ടിലായിരുന്നു. ഞാൻ ഡൽഹിയിൽ നിന്ന് പോന്നപ്പോൾ തന്നെ VRS എടുത്തു. അങ്ങനെ വിശാലമായിട്ട് ഞങ്ങൾ ആഘോഷമായിട്ട് ഇങ്ങനെ പിന്നെ തിരുവനന്തപുരത്ത് ഒരു വീടൊക്കെ പണിത് അങ്ങനെ കഴിയുന്നു. 2 ആൺമക്കളാണ്. മൂത്തയാൾക്ക് 3 മക്കളുണ്ട്. ഒരാൾ 4.5 വയസ്സ്, ഒരാൾക്ക് 2.5 വയസ്സ്, ഒരാൾക്ക് 6 മാസം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലൈഫ് നല്ല സ്മൂത്തായിട്ട് വളരെ സന്തോഷമായിട്ട് പോകുന്നു ഈ കുഞ്ഞുങ്ങളെയും കളിപ്പിച്ചുകൊണ്ട്. പിന്നെ രണ്ടാമത്തെ ആള് ചെറിയാൻ എന്നാണ് പേര്. ചെറിയാൻ 28 വയസ്സ് വരെ ചങ്ങനാശ്ശേരി SPയിലായിരുന്നു ഡിഗ്രി വരെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു 3-4 വർഷം ടെക്നോ പാർക്കിൽ തിരുവനന്തപുരത്ത് ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നി കപ്പൂച്ചിന്, നമ്മൾ ഈ അച്ഛനെ പോയി കണ്ടിട്ടായിരിക്കും, പറഞ്ഞു എനിക്കും കപ്പൂച്ചിനിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കപ്പൂച്ചിനിൽ പോയിട്ട് ഇപ്പോൾ 3-ാമത്തെ വർഷം ഇവിടെ മംഗളാപുരത്ത് പഠിക്കുന്നു. ചേച്ചി എയർപോർട്ടിൽ ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്തിരുന്ന മാനേജറായിരുന്നു കേട്ടോ. ഹലോ, ഞാൻ ത്രേസ്യാമ്മ ജോണി. ഞാൻ 1986 ഡൽഹിയിലേക്ക് ഒരു ജോലി അന്വേഷിച്ച് പോയതാണ്. 87 എനിക്ക് എയർപോർട്ടിൽ ജോലി കിട്ടി. സെൻട്രൽ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് കമ്പനിയാണ്. എന്തായാലും 2004 ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ മേടിച്ച് പോന്നു. അവിടുന്ന് 2023 ഞാൻ റിട്ടയറായി. ഞങ്ങൾക്ക് 2 പിള്ളേരുണ്ട്, അതൊക്കെ ജോണി പറഞ്ഞല്ലോ. പിന്നെ ഞാൻ കോട്ടയംകാരിയാണ്. കോട്ടയത്ത് വയലായിൽ എനിക്ക് എൻ്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചു. എൻ്റെ പേര് ജോയി, ഭാര്യയുടെ പേര് മേരി ജോയി. ഞങ്ങൾ അന്നമനട എന്ന ഉദ്ദേശത്തു നിന്ന് വരുന്നു. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥലം. കൊരട്ടിയെല്ലാം അടുത്താണ്. ഞങ്ങളുടെ 2ാമത്തെ ടൂറാണ് എൽസ ഗ്രൂപ്പിൻ്റെ കൂടെ. ആദ്യത്തെ ടൂർ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ 2ാമത് പോകാൻ തീരുമാനിച്ചത്. വേറെ ഞങ്ങൾ
രണ്ടുപേരും ഡൽഹിയിൽ വർക്കിങ്ങിലായിരുന്നു. അതിനുശേഷം റിട്ടയറായിട്ട് ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിലായിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. ഒരു മോളാണുള്ളത്. മോള് US ഹസ്ബൻഡൊത്ത് കഴിയുന്നു. അവർക്ക് ഇരട്ട കുട്ടികൾ ഉണ്ട്. ജോയ്, എൻ്റെ സ്വന്തം വീട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് അന്നമനട മേലുടൂർ എന്ന സ്ഥലത്താണ്. എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് അവിടെ തന്നെ 1 കിലോമീറ്റർ അകലെയുള്ള അന്നമനട എന്ന ദേശത്താണ്. കൊരട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയാം, അതിൻ്റെ അടുത്താണ്. പിന്നെ ഞങ്ങൾ 4 സഹോദരങ്ങളാണ്. ഏറ്റവും മൂത്തത് ഞാനാണ്. എല്ലാവരും സുഖമായിരിക്കണം, എല്ലാവരും ജോലി ചെയ്യുന്നു. പിന്നെ ഞാൻ 34 വർഷം ഡൽഹിയിൽ ESI ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. പിന്നെ 2021 ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. സെൻട്രൽ ഗവൺമെൻറ്റിൽ കാതറിൻ ജോലി ചെയ്തിരുന്ന സെയിം ഹോസ്പിറ്റൽ ലീഡിങ് അടിങ്ങിലാണ് ഞാനും ജോലി ചെയ്തുകൊണ്ടിരുന്നത്. റിട്ടയർമെൻറ്റ് കഴിഞ്ഞു. ആ സമയത്ത് 3 മാസം എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അത് കഴിഞ്ഞു പിന്നെ ഞാൻ പുൽക്കൊല്ലിൽ താമസിക്കുകയാണ്. 2 പെൺമക്കളാണ്. 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. ഞാൻ UK എൻ്റെ മൂത്ത മകളുടെ അടുത്തായിരുന്നപ്പോൾ കാതറിനാണ് എന്നെ വിളിച്ചു. ഇങ്ങനെയൊരു ടൂറിന് വേണ്ടി എനിക്ക് പ്രചോദനം നൽകി. പിന്നെ എൻ്റെ ഫ്രണ്ട്സെല്ലാം എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. പോകണം അച്ഛനുള്ളതുകൊണ്ട് കൂടുതൽ നിങ്ങളുടെ ഗ്രൂപ്പിനെ പറ്റി കാതറിന് എപ്പോഴും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ തന്നെ ജെറുസലേമിൽ ഞങ്ങൾ വേറൊരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയി. അതും വളരെ നല്ലതായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു കൂട്ട് വേണം. അപ്പം ഞാൻ ചേച്ചിയെ വിളിച്ചു. എൻ്റെ ഹസ്ബൻഡ് പെങ്ങളെ വിളിച്ചു. ചേച്ചിയും ഇതുപോലെ ഡൽഹിയിൽ വർക്ക് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ചേച്ചിയെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടും ഒരു ഗ്രൂപ്പിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. അതിന് ദൈവം ഞങ്ങളെ പ്രത്യേകം വിളിച്ചതാണെന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നി. ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ പേര് മേരി ജോസഫ്. ഞാൻ എൻ്റെ സ്വന്തം വീട് മോനിപ്പള്ളി. എൻ്റെ ഭർത്താവിൻ്റെ വീട് ഉഴവൂര്. ഭർത്താവ് 3 വർഷമായി മരിച്ചുപോയി. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മൂത്തയാള് അമേരിക്കയിലാണ്. അവർ എൻജിനീയേഴ്സാണ്. രണ്ടാമത്തെ മകൻ നേഴ്സാണ്. അവൻ്റെ വൈഫ് നേഴ്സ്. അവർ ഓസ്ട്രേലിയയിലാണ്. 2 പേർക്കും ഓരോ മക്കളാണ്. ഓസ്ട്രേലിയയിലെ മകൻ ഒരാണും മൂത്ത മകനൊരു പെൺകുട്ടി. പിന്നെ എൻ്റെ സ്വന്തം വീട് മോനിപ്പള്ളി. എൻ്റെ അമ്മച്ചിയുണ്ട്. 97 വയസ്സായ എൻ്റെ അമ്മച്ചി ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ആങ്ങളമാര് 2 പേരുണ്ട്. 2 പേര് മരിച്ചുപോയി. ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്. അങ്ങനെ ഞങ്ങള് 10 വർഷമായിട്ട് ആലംബം നീയല്ലോ പുണ്യവാനേ, ആലംബഹീനരായി കേഴുന്നോർക്കെന്നെന്നും ആലംബം നീയല്ലോ പുണ്യവാനേ. പാരങ്ങും വന്ദ്യനാമന്തോണീസേ നിന്നെ സാദരം ഞങ്ങൾ വണങ്ങിടുന്നു. ഭാരം ചുമക്കുമ്പോൾ ക്ലേശം സഹിക്കുമ്പോൾ ആശ്വാസമേകുന്ന സൽപിതാവേ. സാമോദം ദൈവത്തിൻ ചിത്തം നീ സന്തതം നിറവേറ്റി ധന്യനായി തീർന്നുവല്ലോ. സാമോദം ദൈവത്തിൻ ചിത്തം നീ സന്തതം നിറവേറ്റി ധന്യനായി തീർന്നുവല്ലോ. ആരെങ്ങും വന്ദ്യനാമന്തോണീസേ നിന്നെ സാദരം ഞങ്ങൾ വണങ്ങിടുന്നു. ഭാരം ചുമക്കും
സഹിക്കുമ്പോൾ ആശ്വാസമേകുന്ന സൽപിതാവേ. ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണിസ് പുണ്യവാനേ. ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണിസ് പുണ്യവാനേ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയ അത്താണിയാകുപോലെ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയ അത്താണിയാകുപോലെ. ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണിസ് പുണ്യവാനേ. കണ്ണീരൊഴുക്കി നിൻ സന്നിധി ചേരുമ്പോൾ കാരുണ്യ സ്നേഹത്താലേ കണ്ണീർ തുടയ്ക്കണേ. നീറും മനസ്സിൻ്റെ ഭാരങ്ങൾ നീക്കണമേ. കണ്ണീരൊഴുക്കി നിൻ സന്നിധി ചേരുമ്പോൾ കാരുണ്യ സ്നേഹത്താലേ കണ്ണീർ തുടയ്ക്കണേ. നീറും മനസ്സിൻ്റെ ഭാരങ്ങൾ നീക്കണമേ. ഭാരങ്ങൾ നീക്കണമേ. ദിവ്യകാരുണ്യത്തിൻ ഭക്തിയിൽ നിത്യവും ജീവിതം ചേർത്തവനേ. നിൻ ദിവ്യകാരുണ്യ ഭക്തിയിൽ ഞങ്ങളെ ചേർത്തു വളർത്തണമേ. യേശു മഹേശന്റെ സ്നേഹവചനങ്ങൾ എങ്ങും പ്രഘോഷിച്ചോനേ. ദിവ്യവചനത്തിൻ സാക്ഷ്യങ്ങളേകുവാൻ നീ തുണയേകണമേ. യേശു മഹേശന്റെ സ്നേഹവചനങ്ങൾ എങ്ങും പ്രഘോഷിച്ചോനേ. ദിവ്യവചനത്തിൻ സാക്ഷ്യങ്ങളേകുവാൻ നീ തുണയേകണമേ. നീ തുണയേകണമേ. ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണിസ് പുണ്യവാനേ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയാൽ അത്താണിയാകുപോലെ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയാൽ അത്താണിയാകുപോലെ. ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണിസ് പുണ്യവാനേ. അന്തോണിസ് പുണ്യവാനേ. അന്തോണിസ് പുണ്യവാനേ.
ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണീസ് പുണ്യവാനേ. ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണീസ് പുണ്യവാനേ. യേശു മഹേശന്റെ സ്നേഹോഷിച്ചോടും അന്തോണീസ് പുണ്യ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനെ പാതുവായിലെ അന്തോണിയെ പാരിതിൽ കൃപ ചൊരിയണേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനെ അനശ്വരനാവേ അഭിഷേക വചനത്തിൻ നിറവേ. അഴുകാത്ത നാവേ അനശ്വരനാവേ അഭിഷേക വചനത്തിൻ നിറവേ. അനശ്വര സ്നേഹ പിതാവാം ദൈവത്തിൻ അപദാനമെത്രയോ വാഴ്ത്തി നീ അനവദ്യ സ്തുതിഗീതം പാടി. ഓ ഭാഗ്യപൂർണ്ണമാം നാവേ നീ എത്ര സ്തുതിഗീതം പാടി. ഓ ഭാഗ്യപൂർണ്ണമാം നാവേ നീ നല്ല ദൈവത്തെ വാഴ്ത്തി. ഓ ഭാഗ്യപൂർണ്ണമാം നാവേ നീ എത്ര സ്തുതിഗീതം പാടി. ഓ ഭാഗ്യപൂർണ്ണമാം നാവേ നീ നല്ല ദൈവത്തെ വാഴ്ത്തി. അഴുകാത്ത നാവേ അനശ്വരനാവേ അഭിഷേക വചനത്തിൻ നിറവേ. പാരെങ്ങും വന്ദ്യനാമന്തോണീസേ നിന്നെ സാദരം ഞങ്ങൾ വണങ്ങിടുന്നു. ഭാരം ചുമക്കുമ്പോൾ ക്ലേശം സഹിക്കുമ്പോൾ ആശ്വാസമേകുന്ന സൽപിതാവേ. പാരെങ്ങും വന്ദ്യനാമന്തോണീസേ നിന്നെ സാദരം ഞങ്ങൾ വണങ്ങിടുന്നു. ഭാരം ചുമക്കുമ്പോൾ ആരംഭിക്കുന്നത് ഞാൻ വളരെയേറെ പ്രാർത്ഥിച്ച് ഒരുങ്ങി തുടങ്ങിയ ഒരു സംരംഭമാണ്. ഇതുവരെ എന്നെ ഈശോ വളരെ ഭംഗിയായിട്ട് വഴി നടത്താനും ഒക്കെ എന്നെ അനുവദിച്ചു. അതിനൊരു മെയിൻ റീസൺ ഞാൻ നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ജോസഫ് പുത്തമ്പരിക്കലച്ചൻ എൽസായോട് കൂടി ചേർന്നതാണ്.
അത് എനിക്ക് അറിയത്തില്ല എത്രമാത്രം എന്നെ അത് വളർത്തിയെന്നും എനിക്ക് എത്രമാത്രം നല്ലൊരു ഒരു മാർക്കറ്റ് വാല്യൂ തന്നെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ വളരെ അനുഗ്രഹപ്രദമായ ഒരു യാത്രയായിരുന്നു എന്ന് ഞാൻ 100% പറയും. അച്ഛനുമായിട്ടുള്ള യാത്രകൾ. അച്ഛന് ഒത്തിരി നന്ദി. ജോസഫ് പുത്തമ്പരിക്കൽ, ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലെ വലിയ ഗോവാള ആണ് വീട്. കട്ടപ്പന ഗോവാള നെടുങ്കണ്ടം വഴിയാണ് മൂന്നാറിലേക്ക് പോവുക. വലിയ ഗോവാള. ഇപ്പോൾ ഞാൻ സഭയിലെ വർഷങ്ങളായി 1980 ചേർന്നു. പിന്നെ 6 വർഷക്കാലം സഭയെ നയിച്ച പ്രൊവിൻഷ്യാളായിരുന്നു. ഇപ്പോൾ ഒഴിവുരാശ്രമത്തിൽ താമസിക്കുന്നു. അതേ സമയത്ത് ഞങ്ങളുടെ സഭയുടെ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് ഡയറക്ടറാണ്. ഇവിടെ 24 അച്ഛന്മാർ പലയിടത്തുണ്ട്. ഞാൻ ധ്യാനം കഴിഞ്ഞാണ് 4-ാം തീയതിയാണ് ധ്യാനം കഴിഞ്ഞ് 5-ന് പോരുന്നത്. അത് വെളിച്ചാനിപ്പള്ളിയിലായിരുന്നു. അങ്ങനെ ധ്യാന ചുമതല. ഞാൻ ബൈ പ്രൊഫഷനിൽ ഇടയ്ക്ക് കോടതിയിൽ സഹായിക്കാൻ പോകും ഏറ്റുമാനൂര്. ഞാൻ വക്കീലാണ്. മറ്റേ പ്രൊഫഷനിൽ ഒരുപാട് വണ്ടികൾ ഒഴിവുരാശ്രമത്തിൽ വരുന്നത് കാണാം. അത് കോടതിക്ക് പുറത്ത് കേസ് തീർക്കാൻ വേണ്ടി വരുന്നതാണ്. അങ്ങനെ കുടുംബ കോടതിയെ സഹായിക്കുന്നു. ഒത്തിരി കേസുകൾ കോടതിയിലുള്ളത് പുറത്തെടുത്തൊക്കെ തീർക്കാൻ എൻ്റെ കൂടെ പഠിച്ച പലരുമാണ് അഡ്വക്കേറ്റുമാരും ചില ജഡ്ജിമാരും ഒക്കെ. ആ രീതിയിൽ ഉപകാരമാണ്. പേരിൽ കുറവലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കുടുംബ കേസ് എടുക്കണമെങ്കിൽ CI ആദ്യമേ എന്നെ വിളിക്കും. വിളിച്ചിട്ട് എൻ്റെ അടുക്ക് വിട്ടിട്ട് കേസ് എടുക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ എടുക്കും, അല്ലെങ്കിൽ തള്ളിയേക്കുക. അത് പോലീസുകാർക്കറിയിൽ അവിടെ ഒരു ധാരണയാണ്. CI അടിക്കടിക്ക് കാണാൻ വരുവോടെ. അങ്ങനെ പോകുന്നു ധ്യാനങ്ങളുമായിട്ട്. പിന്നെ എല്ലാ ചാനലുകളിലും മാറി മാറി വരുന്നുണ്ട്. അതൊരു ഭാഗ്യം. പിന്നെ ചില സിനിമകൾ, ഇപ്പോൾ ഒരു സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിരിക്കുന്നു. രാജകന്യക മാതാവിനെ കുറിച്ചാണ്. 3-ാമത്തെ ഗ്രാമത്തിൽ പിടിച്ചു. ഒരു മാതാവിൻ്റെ രൂപം വന്നപ്പോൾ ഗ്രാമത്തിനുണ്ടായ നന്മ, കട്ടുകൊണ്ട് പോയതിനുണ്ടായ പ്രശ്നം, പിന്നെ അതെങ്ങനെ വീഴുന്നത്. നല്ലൊരു ഈ സിനി ആർട്ടിസ്റ്റുകളെ വെച്ചുള്ള പടമാണ്. അതിനകത്ത് അവസാനം ഞാനൊരു അച്ഛനായിട്ട് കപ്പുച്ചേച്ചനായിട്ട് തന്നെ ഉണ്ട്. ആ പടം ഇപ്പോൾ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന പടത്തിൻ്റെ നിർമ്മാതാക്കളും വിതരണക്കാരും ആ പടം കയ്യിൽ വെച്ചുകൊണ്ടെങ്കിൽ വിതരണത്തിൻ്റെ കാര്യം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൈസ ഒരുപാട് മുടക്കുന്നത് പുസ്തകങ്ങൾ മേടിക്കാനാണ്. എൻ്റെ ഏറ്റവും വലിയ ഹോബി എല്ലാം വായിക്കുക, ഗൗരവമുള്ളതും തമാശ പുസ്തകങ്ങളൊക്കെ വായിക്കുക, ആസ്വദിക്കുക. അത് സമൂഹത്തിൽ ചെറിയ രൂപയിലും വലിയ രൂപയിലുമൊക്കെ വലുതായിട്ട് പങ്കുവെക്കുക. പിന്നെ പ്രസംഗങ്ങളിലൂടെയൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും ആൾക്കൂട്ടം പങ്കെടുത്ത പ്രസംഗം 1,00,000 പേര് ഒരു ഗ്രൗണ്ടിൽ നിന്ന് കേട്ട പ്രസംഗമാണ്. അത് കഴിഞ്ഞ ഫെബ്രുവരി 12-ാം തീയതി വയനാട്ടിലെ പള്ളിക്കുന്ന് തിരുനാളിനായിരുന്നു. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. എനിക്കൊരു ജ്യേഷ്ഠനേ ഉള്ളൂ. അപ്പനമ്മ മരിച്ചുപോയി. ജ്യേഷ്ഠന് 3 മക്കളാണ്. ജ്യേഷ്ഠൻ്റെ മൂത്ത മകള് ഇവിടെ ഫ്ലോറൻസിലായിരുന്നു. ഇപ്പം തിരിച്ച് നാട്ടിൽ വന്നു. അവിടെ ഹസ്ബൻഡ് കോവിഡ് കാലത്ത് പെട്ടെന്ന് മരിച്ചുപോയി. 2 മക്കളും അവളുമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ. 2-ാമത്തൻ കപ്പൂച്ചിൻ അച്ഛനാണ്. ഇപ്പോൾ റൂമിലെ പഠിത്തം കഴിഞ്ഞ് വന്നു. സെമിനാരി പഠിപ്പിക്കുന്നു. ഒപ്പം രാജാക്കാട് ഒരാശ്രമമുണ്ട്, അവിടുത്തെ മെമ്പറാണ്. ഇളയവൻ സ്കൂളിലെ സാറാണ്. അവൻ്റെ ഭാര്യയും ടീച്ചറാണ്. ഞങ്ങൾ 5 മക്കളായിരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കുടിയേറിയ കാലഘട്ടത്തിൽ 16, 11, 9 വയസ്സുള്ള 3 പേര് 10 മാസം കൊണ്ട് പകർച്ചവ്യാധിയിൽ മരിച്ചുപോയി. ഞാനും എൻ്റെ 5 വയസ്സിന് മൂത്ത ജ്യേഷ്ഠനും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. കൃഷിയുണ്ട്, ഒരു ആയുർവേദ ഫാർമസിയുണ്ട് ചേട്ടന്, പിന്നെ ഏലമുണ്ട്. അങ്ങനെ ഹൈറേഞ്ചിൽ ജീവിക്കുന്നു. ആജി ജേക്കബ്, ബിനോയ് എന്നാണ് പേര്. ബിനോയ് എന്നാണ് അറിയപ്പെടുന്നത്. ജേക്കബ് ഒഫീഷ്യൽ നെയിം. എൻ്റെ വീട് അങ്കമാലി തുറവൂര്. എന്നെ കോട്ടയത്തേക്ക് കല്യാണം കഴിച്ച് വിട്ടു. ഞങ്ങൾക്ക് 2 മക്കള്, ആര്യ, അമലു. 2 പെൺകുട്ടികളാണ്. മൂത്ത ആള് ഡോക്ടർ ഓഫ് ഫാർമസി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു, കോതമംഗലത്ത് കെട്ടിച്ചു. ഇപ്പം അവർ 2 പേരും ഓസ്ട്രേലിയയിലാണ്. ഒരു കുഞ്ഞുണ്ട്. 2-ാമത്തെ മകള് അമലു, അവിടെ കോട്ടയത്ത് തന്നെ കെട്ടിച്ചു. ഡോക്ടറാണ്, MBBS കഴിഞ്ഞ്. മരുമകൻ കാനഡയിൽ PG കഴിഞ്ഞ് അവിടെ വർക്ക് ചെയ്യുന്നു. അവളെയും കൊണ്ടുപോയി അവിടെ എക്സാം എഴുതാനുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ബിനോയ് എന്ന് വിളിക്കപ്പെടും. എളുപ്പം പറയാമെങ്കിൽ ആകിയുടെ ഭർത്താവാണ്.
മെയിൻ ഹോബി കുറ്റം പറയാ. എന്തിനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹോബി, അച്ഛനെ പോലെ. അച്ഛൻ കുറ്റം പറയാ എന്നല്ല ഞാൻ പറഞ്ഞത്, എപ്പോഴും തമാശ പറയാ, എല്ലാത്തിനും തമാശ പറയാ, എല്ലാത്തിനെയും ഒരു പ്രത്യേക ശൈലിയിൽ നോക്കി കാണുക, അതോളൂ. നമ്മൾ ബൈബിൾ വായിക്കണം, എല്ലാം എനിക്ക് ബൈബിൾ വായിക്കുക, പല ഗ്രന്ഥങ്ങളും വായിക്കുമ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്, വിജയിക്കുന്നില്ലെങ്കിലും. പിന്നെ മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഞങ്ങൾ പ്ലാഷ്ന ആണ് ഞങ്ങളുടെ തറവാട്. ഞങ്ങൾ താമസിക്കുന്ന SH ഉണ്ട് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം അവളായിട്ട് അടിച്ചും ഇടിച്ചും സന്തോഷവും സന്താപമൊക്കെ ആയിട്ട് അച്ഛൻ പറഞ്ഞ അങ്ങനെയൊക്കെ പോകുന്നു. പ്രത്യേകിച്ച് എന്തോ അത് ചെറുതൊക്കെ അടിക്കുക വെച്ചാൽ ഇഞ്ചില്ലാത്ത രണ്ടെണ്ണം അടിക്കാതെ നമുക്ക് ഒരു അങ്ങനെയല്ല, ക്ഷീണമൊക്കെ തീർക്കാൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചെറുത് ആഴ്ച ഒന്നൊക്കെ ഉള്ളൂ കേട്ടോ, ആഴ്ച ഒന്നൊക്കെ ഉള്ളൂ, അല്ല വേറെ കൂടുതലായിട്ട് അടിയൊന്നുമില്ല, അങ്ങനെ കമ്പനിയില്ല. പിന്നെ ഞാൻ വ്യവസായിയുടെ അവിടെ യൂണിറ്റ് പ്രസിഡന്റാണ്. പിന്നെ മാത്രമല്ല ഡയറക്ടർ ബോർഡ്, സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ്. അപ്പം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഞങ്ങളിപ്പോൾ സെറ്റിൽ ആയിരിക്കുന്നത് കളമശ്ശേരി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ്. ബേസിക്കലി കോട്ടയം കൈപ്പുഴ ആർപ്പൂക്കര ഇടവക. പിന്നെ ഞങ്ങള് 38-40 വർഷമായിട്ട് ഡൽഹിയിലായിരുന്നു. ഞാൻ അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിന്റെ കലാവധി ഹോസ്പിറ്റൽ പിള്ളേ, അവൻ കൊച്ചി മെട്രോയിൽ, ഡൽഹി മെട്രോയിലായിരുന്നു. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് പോന്നപ്പോൾ കൊച്ചിയിൽ മെട്രോയിൽ വേക്കൻസി വന്നു. അവൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവന് ലഭിച്ചു. ഇപ്പോൾ സീനിയർ DGമായിട്ട് കല്ലൂർ കോർപ്പറേറ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. മരുമകളും കാക്കനാട് ഇലക്ട്രിക് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. 2 കൊച്ചുമക്കളാണ്, നയോമി, ജവാന. അവർ രണ്ടുപേരും ഇന്ന് വരെ, ഒരാൾക്ക് 10 വയസ്സും ഒരാൾക്ക് 5 വയസ്സും. ഈ പ്രാർത്ഥന ലഭിച്ച അന്ന് മുതൽ ഞങ്ങൾക്ക് വേണ്ടി അവരാണ് രണ്ടുപേരും കൂടി ഈ പ്രാർത്ഥന. ആദ്യം അവർ വർക്ക് ചെയ്തിരുന്നു. അവൾക്കൊരു മകനുണ്ട്, ജോനത്തൻ. അവൻ 3 വയസ്സ് വരെ സംസാരിക്കത്തില്ലായിരുന്നു. 2022 ജോസഫ് അച്ഛൻ്റെ കൂട്ടത്തിൽ നമ്മൾ വിശുദ്ധനാടി പോയപ്പോൾ ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്ത അച്ഛാ, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛൻ. ആ ഫോട്ടോയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഇന്ന് നല്ലതായിട്ട് സംസാരിക്കുന്നു. സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, നല്ലൊരു സ്കൂളിൽ അവൻ പോകുന്നു. LKGയിൽ അഡ്മിഷൻ എടുത്ത് സ്കൂളിൽ പോകാൻ തുടങ്ങി. ഈ പുള്ളിയെ പരിചയപ്പെടുന്നതിന് മുന്നേ ചേട്ടൻ അവരുടെ പള്ളി. എൻ്റെ പേര് KJ ദേവസ്യ. ഞങ്ങളുടെ സ്ഥലം പറഞ്ഞതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ കൈപ്പുഴയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആർപ്പൂക്കര ഇടവകയാണ്, സെന്റ് സേവിയേഴ്സ് പാരീഷ്. ഇപ്പോൾ വൈഫ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ കളമശ്ശേരിയിൽ സെറ്റിലാണ്. ഞാൻ 1979 നാട്ടിൽ നിന്ന് സെലക്ഷനായി ഡൽഹിയിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ജോയിൻ ചെയ്തു. 2016 ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഏകദേശം 10 വർഷമാകാൻ പോകുന്നു. ഞങ്ങൾക്ക് അവിടെ 60 വയസ്സാണ് റിട്ടയർമെന്റ് ഏജ്. ഞാൻ ഡൽഹിയിൽ ചെന്ന കാലം മുതൽ നമ്മുടെ സഭാകാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഫരീദാബാദ്